എന്റെ കാലിലോട്ടല്ലോ മണ്ടോ എന്തിനും കാട്ടോ. ആഹാ അമ്മ കാണാതെ ആക്ക് രമേശ അതിന്റെ ഉള്ളില് മഞ്ഞിലാണ്. മുറി അറിയില്ലല്ലേ അവർക്ക് ആ ഒരു ഊർജ്ജം അടച്ചങ്ങട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നത്. ഹായ് ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് നൈറ്റിലാണല്ലോ നമ്മളുടെ പരിപാടി. ഇന്നത്തെ പരിപാടി നൈറ്റ് ഫിഷിംഗ് ആണ്. അപ്പോൾ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. തോട്ടിലെ വെള്ളമൊക്കെ കെട്ട് വെച്ചൊരു ഏരിയയൊക്കെ കെട്ടൊക്കെ തുറന്നിട്ട് തോട്ടിലെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആര്യക്കുട്ടി ഇത് അവിടെ അവൾ പഠിച്ചിട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും രമേശ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. വേറെ ആരും ഇല്ലെന്ന് എല്ലാവരും തിരക്കിലാണ്. എന്ന് ശനിയാഴ്ച ഓക്കെ എന്നാൽ പഠിച്ചോളി കേട്ടോ. അപ്പോൾ ഞാൻ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് ഫിഷ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് വേണം. അപ്പോൾ ടോർച്ചാണ് വേണ്ടത്. ഞാൻ 2 ടോർച്ച് വാങ്ങിയിട്ടുണ്ട്. ആ ടോർച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു സപ്പോർട്ടും ഒരു ലൈക്ക് ഒരു കമൻറ്റൊക്കെ എഴുതാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ടോർച്ച് വെച്ച് തരാം. അപ്പോൾ ഞാൻ 2 ടോർച്ചാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് സാധാരണ നമ്മളുടെ കട്ട ടോർച്ചാണ്. ഇത് ഏതാണ്ട് 500 രൂപയോളൊക്കെ വില വരുന്ന ഒരു ടോർച്ചാണ്. ഈ ഒരു ടോർച്ച് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് 2 ടോർച്ച് എന്തിനു വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് ക്യാമ്പിങ് പരിപാടിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു ലൈറ്റ് മുഴുവനായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് ഇരുട്ടൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാ അല്ലേ, കാണുന്നില്ല, ഉഷാറായിട്ട് ലൈറ്റ് ഉണ്ട്. മീൻ കുളം ഇതൊക്കെ കടിച്ചാൽ നമുക്ക് മീനിനെ കാണാൻ വേണ്ടിയിട്ട്, മീനിനെ കാണുക എന്നുള്ളത് മാത്രമല്ല നമ്മൾക്ക് മെയിനായിട്ട് നമ്മുടെ ക്യാമ്പിങ്ങിന് നമുക്ക് ടോർച്ച് ലൈറ്റുകൾ അത്യാവശ്യമാണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാമ്പിങ് നടക്കുള്ളൂ. ഇതിൽ 3 ബാറ്ററി ഇടുന്നതാണ്. ഇത് റീചാർജബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം വേണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്നതിന് നമുക്ക് 2 വേണം. 2 പേരുള്ള പിന്നെ ഒരെണ്ണം നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു ടോർച്ച്. ഇതിന് ഏതാണ്ട് 980 രൂപയോളം വില വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബോക്സിൽ നല്ല അടിപൊളി സെറ്റപ്പ് ബോക്സൊക്കെയാണ് കേട്ടോ. നല്ല ഫൈബറിൻ്റെ നല്ല സാധനമാണ്. അതുപോലെ തന്നെ ടോർച്ചിന് തന്നെ വെയിറ്റൊക്കെ ഉള്ള സാധനം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സാധനമാണ്. ഞാൻ വാങ്ങിക്കണമെന്ന് ഒരുപാടായി കരുതുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധാ 3 ബാറ്ററി ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ചാർജ് കുറവാണെങ്കിലൊക്കെ ഇതും തന്നെ നമ്മൾ ക്യാമ്പിങ് ലക്ഷ്യം വെച്ച് വാങ്ങിയ സാധനമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ നോക്കാം. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് നിസ്സാരമല്ല, ഇതൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന് മനുഷ്യ ഇവിടെ എന്താ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കാണാം, എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ലൈറ്റ് ഉണ്ടാ ഇത് അതായത് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ചെറുതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം. ഇനി അല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇത്രയും ഏരിയ കിട്ടുന്ന തരത്തിലും അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് അവളുടെ കയ്യിൽ നിന്ന് കൊടുക്കുക. അതാ പിടിച്ചാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടോ, എൻ്റെ അടുത്ത് കടിക്കുന്നുണ്ടോ അല്ലേ, അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. നൈറ്റ് ആണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് നല്ല വിഷ്വൽ ക്വാളിറ്റി തരാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ലോങ് അടിക്കാന്ന് പറഞ്ഞാൽ ലോങ്ങൊക്കെ അത്യാവശ്യം ഇപ്പോൾ നമ്മളെ പള്ളിൻ്റെ സൈഡിലേക്കൊക്കെ അങ്ങനെ അടിക്കാനും പാടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോങ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കൊള്ളാം. ഇത് നമുക്ക് ഇങ്ങനെയാണ്. അടിപൊളി, കണ്ണൊക്കെ എത്തിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജർ, അപ്പോൾ ഇത് ഏതാണ്ട് 1 മണിക്കൂർ. ഇത് ഒരു ഒറ്റ എന്താ ഇത് മാത്രമല്ല, ഇത് പല മോഡുണ്ട്. ഇത് 2ാമത്തെ മോഡാണ്. ഇത് 3 ഒന്നുകൂടി ബ്രൈറ്റ് കുറഞ്ഞു. പിന്നെ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന ഒരു മോഡുണ്ട്. പിന്നെ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന എന്താ പിന്നെ ഓഫോ. അങ്ങനെ ഈ ഒരു ഇത്രയും ടൈപ്പ് മോഡാണ് ഇതിലുള്ളത്. സാധനം കൊള്ളാൻ തോന്നുന്നു, യൂസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്നും ഇതാക്കിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ ചൂട് വരൽ തുടങ്ങി. ചൂടുണ്ടാവുന്ന അത്രയും പവർ ലൈറ്റാണ് വരുന്നത്. ഇനിയപ്പോൾ ഞാനിതൊക്കെ ഈ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു ബാറ്ററിയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ നമ്മളെ പ്രധാന പരിപാടി ഇതിൻ്റെ അൺബോക്സിങ് അല്ലല്ലോ, നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സാധനവും ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ടോർച്ചും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോയി നോക്കാം അല്ലേ. ഇത് നമ്മളുടെ രമേശ് ബ്രോൻ്റെ വീടാണ്. ആളതിനകത്തുണ്ടാവും. കമാൺ ഏയ് പോളാമാ വരാണ് നമ്മുടെ വില്ലാവും. എന്നാ ഈ ടോർച്ച് എനക്കാണ്. ഇതേ കട്ട ടോർച്ച്. അതാണ് കട്ട ടോർച്ച്. ഓക്കെ, ഇത് എന്താ വെച്ചാൽ ഇത് നമുക്ക് വീഡിയോക്ക് ക്ലിയർ വേണം. എൻ്റെ കയ്യിൽ യാതൊരു സാധനമല്ല. എൻ്റെ കയ്യിൽ യാതൊരു സാധനമല്ല. കൂട്ടുകാർ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവള്. ലെറ്റ്സ് ഗോ. അപ്പൊ ചെങ്ങന്മാരെ നമ്മളെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ തോട്
ചോട്ടിലേക്കൊക്കെ ഇവിടെ തന്നെ ഒന്ന് അടിച്ചു നോക്കാം. നമ്മൾ ടോർച്ച് ഒന്ന് ഇങ്ങനെ വികസിപ്പിച്ചാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട്, ഞാൻ വീഡിയോന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ടോർച്ച് വാങ്ങിയ കേട്ടോ. നല്ല വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ടാണ്. നമ്മുടെ നെൽപ്പാടത്തേക്ക് ഇറങ്ങുവാണ് ഞങ്ങൾ. ഓഹ് എന്നാ പച്ചയല്ല. വാവ്, നമുക്ക് ലോങ് അടിച്ചു നോക്കാം. ലോങ് വാവ്, കൊള്ളാം. അതിലൊക്കെ വീടുകളുണ്ടായിരുന്നു, വല്ല അടിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിലരുവ് കൂടെ അങ്ങനെ പോവാം. ഇവിടെയൊക്കെ നമുക്ക് പരലിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നല്ല പരൽ മീനുകൾ. വലുതൊന്നും കാണുന്നില്ല. നമുക്ക് ഇങ്ങനെ താഴത്തേക്ക്, കുറച്ച് താഴത്തേക്ക് പോയിട്ട് ഇറങ്ങാം. നമുക്ക് ഇതിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ തോട്ടിൽ നീർനായുണ്ട്. നീർനായൊക്കെ സീനാണ്. വെള്ളം കൂടുതലുള്ള ഏരിയയിൽ, ഇവിടെ കുറച്ച് വെള്ളമുള്ള കുണ്ടുള്ള ഒരു ഏരിയയാണ്. അത് കണ്ടോ, ഇവിടുന്ന് കട വൈകി പോയതാണ് അവർ. അതുകൊണ്ടോ പരൽ, ഇഷ്ടംപോലെ പരലുകളാണ്. ചെങ്ങന്മാരെ നമ്മളെ തോട്ടൊക്കെ ഇറങ്ങാട്ടാ. ചെങ്ങാശ ഏതാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മീന് വെട്ടിപ്പിടിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ അവൻ്റെ കൂട്ടം ഇങ്ങനെ നടക്കുക, നിങ്ങളെ കാണിക്കുക, കറക്റ്റ് വിഷ്വലി കറക്റ്റ് മീൻ കിട്ടണതൊക്കെ. വെള്ളം നല്ല ഉണ്ട് കേട്ടോ. അതാണ്ട് മുട്ടും കല്ലത്ര വെള്ളമുണ്ട്. പൊളി. ഈ ടോർച്ചിൽ നമ്മൾ 50% ചാർജിലാണ് ഇത് ഉപയോഗിക്കുന്നത് തുടങ്ങി. ഇപ്പോൾ 47%. നമുക്ക് ഒരു ടോർച്ചിൻ്റെ പവറും കൂടി, അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഒരു ലൈഫും കൂടി നോക്കണം. ബാറ്ററി എത്രത്തോളം ചാർജ് നിൽക്കുന്നുണ്ട്. വെള്ളത്തിന് കലക്കുണ്ട്. കലങ്ങിയ വെള്ളത്തിൽ മീൻ കിട്ടാൻ പ്രയാസമാണ്. ഓ മൈ ഗോഡ്, നല്ല പാമ്പുണ്ടോ കേട്ടോ. ആമേനല്ലേ, അതിന് പൊക്കാൻ വേണ്ടി പറ്റുമോ? ഒന്ന് കാണിച്ചു കൊടുക്കാം. പോണേ പോയില്ലേ, വലിയൊരു ആമയാണ് കേട്ടോ. അപ്പൊ പിന്നെ ആമ നമ്മുടെ കഥയിലുള്ള ആളല്ല. നല്ലൊരു അജാന ഞണ്ടുണ്ടെങ്കിൽ നല്ലൊരു പാറ ഞണ്ടാണ്. പക്ഷെ ഇത് ഞണ്ടൊന്നും നമ്മളുടെ ഈ ലിസ്റ്റിലില്ല, ഈ കളിയിലില്ല എന്നത്തെ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. നല്ല ഞണ്ട് ചമ്മന്തി അരക്കര മെസ്സേ വേണ്ടല്ലേ. പിന്നെ നൈറ്റ് ഫിഷിങ്ങിന് പോകുമ്പോൾ നല്ല റിസ്ക് ഉണ്ട്. അത്തരത്തിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ള ജന്തുക്കളുടെയൊക്കെ അപകടം, അവരുടെ ആക്രമണം, അതും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. പക്ഷേ ഞങ്ങൾക്ക് ഈ നേരം വരെ ഒറ്റൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പാലത്തിനെത്തി നമ്മൾ വന്നോടത്തെത്തി, റോഡെത്തി. എന്താ പറയാ രമേശ്, നമ്മള് മീനവിടെ വെച്ചാ വരും പറയാ. വണ്ടി കാണിച്ചു തരൂല അറിയാലേ, കാണിച്ചു തരൂല. പോയോ? അപ്പൊ അതിനെ കിട്ടാൻ എന്തെങ്കിലും മാർഗം കിട്ടാൻ? വീഡിയോ വേണം പറഞ്ഞു. വീഡിയോ വേണ്ട, ഇജ്ജ് വെട്ടിക്കോ. ജിന്നെ വെയിറ്റ് ചെയ്യല്ലട്ടാ. നമുക്ക് മീനാണ് മുഖ്യം, ഷോട്ട് മുഖ്യം തന്നെയാണ്. ഞാൻ എങ്ങനെയൊക്കെ എപ്പോഴും ഭാഗ്യം പോലെ ഷോട്ട് കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ മീനെ കലങ്ങി അതൊക്കെ പേരും കലക്കാൻ കലങ്ങി മീനാണതേ. അത്യാവശ്യം വലിയ സാധനം. മോനെ ജിന്നെ കാത്തതാ വെച്ച്. അവിടെ ഒരു പാലുണ്ട്, അപ്പൊ ഈ ഒരു പാലത്തിന്റെ അടിയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പോവാം. കുപ്പിയല്ലേ ചെറുതിന്റെ അടിക്ക് വയ്ക്കും. അതാണെങ്കിൽ പെരുമ്പാളത്തിലും ഞങ്ങളുടെ മെയിൻ പാലമാണ്. നമ്മളുടെ വണ്ടിയൊക്കെ നമ്മള് കൊണ്ടുപോകുന്ന പാലമാണ്. ഇവിടെ ഉണ്ട് ലൈറ്റ് കാര്യം. ഇവിടെ നമ്മുടെ ചെക്കന്മാരൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് കൊടുക്കടാ കടിയണ്ടേ. എസ്കേപ്പാ ആകെ കലക്കിലോ പോണോ പെരുമ്പോക്ക്. അങ്ങോട്ട് കയറല്ലോ കേട്ടോ. നീർക്കോലി അതവിടെ നീർക്കുമീനെ കാണുമ്പോ നീർക്കോലി കടി തരല്ലേ. ആ പോണതൊക്കെ എസ്കേപ്പാണോടാ. എന്തൊരു കഷ്ടം. നീർക്കോലി എസ്കേപ്പാണ്. എത്ര എണ്ണപ്പ നമ്മള് മുന്നിൽ പോയതിരാ മെസ്സേ. ഇവിടേക്ക് കേറിട്ട് നമ്മള് മീനിനെ കണ്ടല്ലേ. മീനെ കണ്ടത് ഇവിടേക്ക് കേറിട്ടാ. പ്രതീക്ഷാത്ത സ്ഥലത്തല്ലേ മീനുണ്ടായാലും. അവിടെ കവറുണ്ടായത് ചോട്ടിലുണ്ടാക്കുന്ന വാലാണ് കൊടുക്കാണ് പോയേ. വാല് കണ്ടിട്ട് മോനതൊക്കെ മിസ്സിങ്. നമുക്ക് നല്ല മിസ്സിങ്. നമ്മുടെ ഈ തോട്ടിനല്ലേ പോണേ. ഞങ്ങൾക്കൊരു 2 തോടുണ്ട്. ഒരു തോട് ഇതാണ് കാണണ്ട. ഒരു തോട് പോണേ. എന്നിട്ട് വളം തെളിയട്ടെ. ഇപ്പം ഗ്യാപ്പ് അണങ്ങി ഇങ്ങോട്ട് അടിക്കുന്നുണ്ടോ ഇത്തരത്തില്? ഒന്ന് വീതി കൂട്ടിക്ക്. ഇത് ഫുൾ വീതിയാണ്. പവറായി കഴിഞ്ഞത്.
16 ശതമാനമായ ഇത് ഞാൻ കുറച്ചതാണ്. ഓക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടേ ഇത് ഞാൻ കുറച്ചതാണ്, ഞാൻ മറന്നു ചോദിച്ചില്ലേ. ഓനൊന്ന് പൊക്കിട്ട് പോവുള്ളൂ ഓനെങ്കിലും അല്ലേ. ഇങ്ങനെ പൊളച്ചതാക്കുന്നാക്കുന്നു. അതല്ല അതായത് ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് വേറെ ആളോ ഒന്ന് കാണാല്ല. കണ്ടോ എന്തേലൊക്കെ നടന്നു വെച്ചറ അതും പോയി അറിയില്ല. ആക്കുന്ന മക്കളെ സാധനം നമുക്ക് കിട്ടിയിരിക്കണം ഒന്ന് കൊള്ളാം അല്ലേ. ഇനി നമ്മൾക്കൊരു കവറുണ്ട്, ആ കവറിലേക്ക് ഇട്ട് കൊടുക്കാം. കവറൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ മീനില്ല തന്നെ ഉള്ളൂ. ഓക്കെ, ഞാൻ കവറ് ടോർച്ച് ലൈറ്റ് ഇതൊക്കെ പിടിക്കുന്ന ആളാണ്. ഇതാണ് നമ്മളാ ഒരു എന്താ കുപ്പിക്കണയൊക്കെ വെച്ച ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലൊന്നും ഇപ്പൊ വെള്ളമല്ല, നമ്മളൊക്കെ ഇട്ട് തുറന്നു വിട്ടുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മൾ നല്ല സൂക്ഷ്മതമായിട്ട് നോക്കണം. ഇവിടെ ഉണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ കലങ്ങിയിരിക്കണ്. പെരലുണ്ട്, പെരല് വരെ കളിക്കൽ തുടങ്ങി വെള്ളം. പെരലിന് ഒരുപാടുണ്ടായിട്ടുണ്ട്. വാടാ മുടി കയറണത്തിനും പാഞ്ഞല്ലേ ഈശ്വരാ, വലിയൊരു സാധനം കിട്ടിയുണ്ടല്ലോ. വെയിറ്റ് ചെയ്ത് നോക്കണോ? നമുക്ക് വെയിറ്റ് അവന് പകുതി ഇതിൽ കിട്ടിയാൽ മതി. ഒന്നായിട്ട് ഓടാനാക്കി കേട്ടോ. ഇതിനെ ആക്കണം അത് കൊണ്ടിരിക്കണം. പോയത് ആ അടി കിട്ടിയതും പോയില്ലേ. അടി തന്നെ ശരിക്കും കിട്ടിയില്ലേ, അടച്ചിട്ടുള്ളൂല്ലേ. വെള്ളം ഓവറായിട്ടേ അനക്കാതെ പോയിട്ടുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ ആ വലുതും ഇങ്ങടെ കയറിയത്. ഭാഗ്യം ഉണ്ടെങ്കിൽ അവനെ കിട്ടും. ഭാഗ്യം ഉണ്ടോ അവിടെ. നമുക്ക് പണി അറിയില്ല, പണി അറിയുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായാൽ മതി അറിഞ്ഞിട്ടുള്ളത്. അതേമാതിരി രമേശ് നമ്മൾ കൂടെ കൂടിയാണ്. ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, എന്നിട്ട് പിടച്ച് പായണുണ്ടോ അതിന്. വെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത് അത്യാവശ്യം നല്ല സാധനല്ലേ. ഓക്കെ, കവർ നമ്മളുടെ പയർ കൃഷി ചെയ്ത ഏരിയക്കുള്ളതാണ്. മേലെ കൂടെ ഒക്കെ അടിച്ചു പോയിക്കോ. എന്തേലൊക്കെ സാധനം ഉണ്ടെങ്കിൽ മേത്തേക്ക് ചാടാനും എടുക്കാനും നമുക്ക് പണി. ചുമരിൻ്റെ പൊട്ടിക്കൂടെയൊക്കെയാണ് വിഷയം. പടവിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ തന്നെ റിസ്ക്കാ. അവിടെ മിന്നിക്ക ഈ ലൈറ്റ് പല മോഡുണ്ടായതുകൊണ്ട് ഞാൻ സ്വിച്ചൊക്കെ കുറെ നെക്കിയതാണ്. ആകെ ബ്ലൈൻഡ് ആയി പോയി. അടി കൊണ്ടോ ഇല്ലെന്ന് തന്നെ അറിയില്ല. ഇപ്പൊ ഇല്ല, അത് കൊണ്ടിട്ടില്ലെങ്കിൽ അത് വേണ്ട അറിയും. ലാസ്റ്റ് ആ പടണ്ടല്ലോ, അത് കാണാം. പിന്നെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഡേഞ്ചറാണ്. ഇതിലൊക്കെ വല്ല ജന്തുക്കളും ഉണ്ടാവാം. ഞങ്ങളെ തോട്ടിലുള്ള സാധനങ്ങളൊക്കെയുണ്ട്. ഹെൽമെറ്റ്, ആരോ ഹെൽമെറ്റ് ഉരിപ്പാഞ്ഞ്, ചെരുപ്പ്, റബ്ബറിൻ്റെ ഐറ്റംസ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ തോട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള ഈ പാലം കണ്ടോ, നമ്മൾ കഴിഞ്ഞ ടെൻ്റ് ഓൺ ആക്കിയാണ്. ആരാണത്? പോയോ? തലല്ലേ തലല്ലേ? ആടാ, കണ്ണും തലൊന്നുമില്ല അതിനട്ടോ. അങ്ങായി എന്ത് പഠിച്ചാൽ എന്തിനാ നീ വിട്ടുന്നത്? അത് നരകിച്ച് ചാകണ്ട ഒന്നിടല്ലേ. ഏതായാലും ജീവിച്ചില്ല. അയ്യോ, ഈ ഒരു പാലത്തിൻ്റെ അടിയൊക്കെ കാണാൻ നമുക്ക് പോവാം. ഈ ഒരു പാലത്തിൻ്റെ മേലെ പറഞ്ഞ ടെൻ്റൊക്കെ നമ്മൾ ഇട്ട സ്ഥലമാണത്. അടുത്തിട്ടുണ്ട്. അപ്പം ആരും പരിക്കുണ്ടാക്കണ മീനുകൾക്കൊക്കെ അത് ഈ ഒരു കാലാകുമ്പോൾ ഉണ്ടാകും തോന്നും. ആണോ? ഞാൻ തോന്നുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ മാസമായി പോവുകയാണ് ഉണ്ടല്ലേ. ഇത് മാറും തോന്നുന്നു. മറ്റേന്റെ മാതിരിയല്ല. മറ്റേന് കണ്ണൊന്നുമില്ല. ഇതിന് ഒരു ഭാഗത്ത് മാത്രമേ മുറിയുള്ളൂ. മാറിക്കാരോ കഴിച്ചിലേക്കോ കൂടില്ല ഇവിടെ. ഈ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടുന്നില്ലല്ലേ. തോടാട്ടതൊക്കെ ഇതൊക്കെ തോടാണ്. ഇതൊക്കെ തോടാ. പക്ഷെങ്കിൽ ഇപ്പം ഈ ലൈറ്റിൻ്റെ നിൽക്കുന്ന അത്രയും ഏരിയ ആ വട്ടം ഫുള്ളായിട്ട് തോടാണ്. ആ കാട് മൂടി കെട്ടി കിടക്കണ. ഞങ്ങളെ തോടറിയാം. അപ്പൊ ആ ഒരു ചാല് മാത്രമാണ് ഇതിലുള്ളത്.
ഇതിൽ തന്നെ ഇപ്പോൾ നടന്നു പോയി വയ്യ ആയതാണ്. ഇവിടെ ഒരു തെങ്ങിൻ്റെ കഷ്ണമൊക്കെ കിടക്കുന്നത്. ആഹാ ഇവിടെ നടന്നു പോലെ വാ ഈ ഒരു മുള്ള നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. പിടിക്കില്ല കേട്ടോ. ആ അതിൻ്റെ തലയും മുറിയാണല്ലേ. വലിയൊരു തരാണല്ലോ ഇത്. സംഭവം എന്തോ ഇതിൻ്റെ ആക്രമണമാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ വെട്ടിപ്പിടിച്ചാൽ ഞങ്ങൾ ചെക്കന്മാർ മാത്രമേ വരില്ല. നമ്മൾ വരുമ്പോഴൊക്കെ വെള്ളപ്പൊക്കം കാര്യം ഒക്കെ ആയിട്ട് വെട്ടി കിട്ടിയതിൻ്റെ പ്രശ്നമല്ലല്ലേ. ഉണ്ടോ ഇതിനുമില്ല കണ്ണും താലൊന്നും. ഓ ഒന്നിർന്നോ. ആ ഇതിൻ്റെ കല്ലും പോയിക്കണല്ലോ. ഇതെന്തോ അസുഖം വരികടാ. ഇത് അസുഖമാണ് അല്ലേ. എന്തോ അസുഖമാണത്. കണ്ടറിയില്ല ഞങ്ങൾക്കിട്ടാ. കലങ്ങി അത് പായനും കൂടി ഇല്ല ഞങ്ങൾ കണ്ടിട്ട്. കത്തിയാണല്ലേ. ഉണ്ടോ നീ ഉണ്ടോ? നീ വേണത് പിടിച്ചാ കത്തി നോക്കട്ടെ. നല്ല സാധനങ്ങളാ. നല്ല സാധനം. പക്ഷേ ഇത് വെള്ളം ഓവറായി കഴിഞ്ഞാൽ വെട്ടെത്തൂലേ. വെട്ട നമുക്ക് അവിടെ എത്തൂല. എന്തൊക്കെ തപ്പണം ഇപ്പൊ? കത്തിയോ? കത്തിട്ട് മീനുംപാടം നോക്കണം. മീനുംപാടം നോക്കാണല്ലേ. അല്ലല്ല ഇല്ല ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പൊന്തും. ഒന്ന് പൊന്തി വരും അല്ലേ. അത് അങ്ങോട്ട് ചെറിയ ഒഴിക്കുണ്ടായോണ്ടേ ചിലപ്പോ ഒഴിക്കണൊക്കെ അങ്ങോട്ടാണ് പോവും. ഒട്ട് കിട്ടിയില്ലേ കൊണ്ടിട്ടുണ്ടാവില്ല. കൊണ്ടിക്കണെങ്കിൽ നമുക്ക് വേറെ അറിയും. ഇതാണ് മീനുകളുടെ അവസ്ഥ കേട്ടോ. ഇവിടെ കൊണ്ട് ഇതിന്റെ തലേന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ ആയിരുന്നില്ലേ. ചത്തിട്ടില്ല കേട്ടോ. വലിയൊരു ആണ്ടിനെ പേടിച്ച് പറഞ്ഞ പോലെ. ഓ മൈ ഗോഡ്. ഇത്ര പേടിയില്ല ആൾക്കാരൊന്നും ഈ പരിപാടി കൊണ്ടുവരുന്നു. തല പോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കട്ടോ. ജീവിക്കണ വരെ ജീവിക്കട്ടെ. നമ്മളൊന്നും കൊന്നിട്ട് പോകണ്ട. 10 ദിവസം 10 ദിവസം. ചിലപ്പോൾ ഒരു ദിവസം ജീവിക്കുള്ളെങ്കിൽ ഒരു ദിവസം. കണ്ടാ മതി. പോലെ 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 അവിടെ തന്നെ കിട്ടോട്ടെ കിട്ടോട്ടെ. കുറെ ആളുണ്ട് ഇവിടെ. നല്ല തെമ്മിലടിച്ചോ. വള്ളത്തിൽ മുക്കലിന്റെ അവസ്ഥ വരുന്നുണ്ട്. അതൊന്നും കിട്ടൂല. ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇട്ടോള 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 ഇട്ടോള. അവൻ്റെ കണ്ണൊക്കെ ലേറ്റ് കൊണ്ടാവും. ഇടങ്ങേറുണ്ടല്ലേ. ഞാൻ പറയുന്നില്ല. ഈ പോകണ്ടത് അതിലൊരു അരമണിക്ക് ആ പാട്ട് അങ്ങനെ നല്ല എന്നാലും കിടക്കട്ടെ കുതിരപ്പാൻ. ഞാനീ പുള്ളിക്കൂടെ അടക്കണം. മോനാണെങ്കിൽ അത് നാളെ നയിക്കണ പോലെ നയിച്ചാണ്. ഞാൻ വരണ്ട, നീ പേടിക്കണ്ട. മോൻ്റെ ധൈര്യം ഞാനാട്ടോ. നമ്മളുടെ ടോർച്ച് 1 മണിക്കൂർ പിന്നിടുമ്പോൾ 50% ഇപ്പോൾ 5% ഇപ്പൊ കടന്ന് നീച്ചു പോയത് അത് പന്നില്ലേ. നമ്മൾ വന്ന ഒരു ഗ്യാപ്പിൽ വിട്ടാണല്ലോ. അത് എന്താ ഫ്രഷ് ചെളിയാ. ശരിയാണ്. പന്നിതിൽ നല്ലോണ്ട് എങ്ങനെ എങ്ങനെ രമേശാലൊക്കെ പോവാ. ആ കത്തി കൊണ്ട് 2 വെട്ടും വെട്ടിങ്ങനെ പോണാലും ഇതിൽ കയറണം. നമുക്ക് വേറെ മീൻ കിട്ടൂലല്ലോ അല്ലേ. മാമ ആ പൊക്ക് പൊക്ക് അവനെ പൊന്തിച്ച്. ഇതെന്താ പറയാ അവിടെ കാരാമ കാരാമ കൂട്ടാ പൊക്കോ. ഇവിടെ തന്നെ നിൽക്കണറിയാം കേട്ടോ. പാറപ്പുറം കാണുന്ന ആമ കുറേ കാണാട്ടോ. നമ്മളെ തോട്ട് കൂടെ ഇഷ്ടം പോലെ ആമയാണ്. വേറെ ആമനെ ആർക്കും പിടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ ധാരാളം ആമകൾ വെട്ടി പെരുകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടൊരു പോക്കണം. ഒരു പോക്കറാൻ നിൽക്കുന്നത്. അവൻ അനങ്ങൂല. നമ്മളങ്ങനെ പോയി ചെയ്ത് കൊടുത്താൽ പിന്നെ യാതൊരു വിഷയം ഉണ്ടാവില്ല. അനങ്ങൂല. ലൈറ്റ് കണ്ടാലും പോവാത്ത സാധനമാണത്. അടുത്ത ആമട്ടാ. ഇപ്പൊ ഇന്ന് നമ്മൾ 3 ആമനെ കണ്ടില്ലേ. മുള്ളാണ്. മേലെ കൂടെ ഒക്കെ നോക്കുക. വല്ല ജന്തുക്കളും ഉണ്ടാവുക. മടയിലൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ചില ഞാൻ വട്ടക്കുണ്ടൊക്കെ ഇതിന് മുമ്പ് കാണിച്ചു തന്നിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മാതിരി എന്താ പറയാ അനാഗോണ്ട സീനിലുള്ളത് പോലത്തെ സ്ഥലമാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ ഇതാണ് അനാഗോണ്ട സീനുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാലേ നമുക്കതാ തോന്നുന്നത്. കവറിലറിയാം നമ്മളെ മീൻ പെടക്കണ്ട്. പോകാൻ വഴിയില്ലല്ലോടാ. പോകാൻ വഴിയുണ്ടാവില്ല. ഇനി അപ്പുറത്തെ കൊണ്ടിലുണ്ടാവും മീൻ.
അങ്ങനെ കയറിപ്പോ. ഇതെന്താ ഈ പോലെ വന്ന് എന്തോ വരില്ല എന്താണ് അന്നിൻ്റെ അവിടെ പന്നിയാളെ നായിൻ്റെ അങ്ങോട്ട് ഇളകി വരുമോ? പന്നിൻ്റെ മോന് ഇങ്ങോട്ട് ചാവട്ടെ ഒരു ദിവസം ആദ്യ മണ്ട് അല്ലെന്താ ഇവിടെ എങ്ങനെ വഴി ഒരു വലിയൊരു സാധനം ഞങ്ങളുടെ നോക്കുന്നത് മിസ്സായിട്ടത്. നമ്മളെ ഇടക്കിടക്കിനെ പറയാൻ തന്നെ ഉള്ളൂ, കിട്ടുന്നില്ല. കിട്ടും, ടൈം കിട്ടും. അവിടെ ഒന്നുണ്ട് ചെങ്ങന്മാരെ, അവിടെ ഒന്നുണ്ട്. നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം നമ്മൾ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളം തോട്ടിൽ നടന്നിട്ടോ. ആ യോഗ ഉണ്ട് അമ്മനിയെ. അവിടെ സാധനം ഉള്ളതല്ലേ, മീഡിയം വലിപ്പം, അടിപൊളി. ഒന്നിന് വെട്ടു എന്താണ് മീനാണ്. വേണ്ട, അതായത് നമ്മളൊന്ന് വെട്ടിയിരുന്നു. ഇതിലൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെങ്കിൽ കൊണ്ടിക്കണോ വെച്ചാൽ ഒറ്റ ചാട്ടം ചാടിയത് കൊണ്ടിക്കണോ അതിൻ്റെ ഉള്ളിലൊക്കെ രമേശ അതിൻ്റെ ഉള്ളില് മഞ്ഞിലാണ് അവിടെ കയറിപ്പോയി. ആ പോണ അതിൻ്റെ ഉള്ളിൽ കൂടെ മോനെ എത്ര വലിപ്പുണ്ട്? നല്ല വലിപ്പുണ്ട്. നീച്ച് ഒറ്റയ്ക്ക് കാണുമ്പോ അതിനടുത്ത് പോകണം. അത് അല്ലേ ഞാനല്ലേ നമ്മൾ ടോർച്ചിന്റെ ബാറ്ററി മാറ്റി. ഇപ്പൊ 100% ഉണ്ട്. നമുക്ക് ഏതാണ്ട് 1:20 മണിക്കൂർ, 1 മണിക്കൂറും 20 മിനിറ്റുമാണ് നമുക്ക് മറ്റേ ബാറ്ററിന്റെ ഹാഫ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഫുൾ നമുക്കൊരു 3 മണിക്കൂറിലേക്ക് കൂട്ടാം അല്ലേ. 3 മണിക്കൂർ കിട്ടിയില്ലെങ്കിലും 2 മണിക്കൂർ എന്തായാലും കിട്ടും. ഇപ്പോൾ നമ്മൾ പുതിയ ബാറ്ററിയാണ്, ഈ ഒരു ബാറ്ററി മേലാണ് ഇനി അടുത്തായിട്ട് നമുക്ക് 2 തോടാ ഉള്ളത്. ഒരു തോട് എത്തിയിട്ടുള്ളൂ. നമ്മൾ ഇനി ഒരു തോട് കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. വലുതാണ് ഇങ്ങോട്ട് വേണ്ടല്ലോ. വേണ്ടല്ലേ, വലുതാറുണ്ട് കാര്യമില്ല. ചെറിയ മുറിയുണ്ട്. ഈ മുറിയുള്ളത് നമുക്കൊരു ധൈര്യക്കുറവാ. പറയുമ്പോൾ സാധനം കണ്ടെങ്കിൽ താനും വലിയ മീനാ. എന്താ വലിയ മീന. വീഡിയോയിൽ അറിയില്ല അത്. മുറി അറിയില്ല അല്ലേ. മുറി അറിയില്ല, മീനിന്റെ വലിപ്പം അങ്ങനെ അറിയില്ല. അവിടെ കട്ടെ. ഓന മുറി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഓല അടങ്ങിയിട്ടുണ്ടേ. അവർക്ക് ആ ഒരു ഊർജ്ജം അടച്ചങ്ങറ്റലേക്ക് വരാൻ വേണ്ടി പറയരുത്. ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മീൻ പോകും ചിലപ്പോ. അതല്ല ഇതെന്താ പറഞ്ഞ പോലെ പെരൽ ചാകരേ അതില് കാണുന്നുണ്ടോ? ചെല്ലിയ പെരലാണ് ഇതില് കാണാതെ കാണുന്നുണ്ടോ? മോനെ ഈ കുണ്ടൊക്കെ നിർത്തേകുമ്പോണ്ടല്ലോ എത്ര തന്നെ പെരലേക്കാരപ്പല്ലേ. കുട്ടികളൊക്കെ വലുതാകാനാണ്, ഇതൊക്കെ കുട്ടികളാണ്. അപ്പൊ പാറ്റി ഇറങ്ങി അധികം ആയിട്ടില്ല. അതായത് ഈ കാണുന്നതാണ് നമ്മുടെ തിയേറ്റർ. തിയേറ്ററിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. തിയേറ്ററിന്റെ ഫ്രണ്ടിലെ തിയേറ്ററിന്റെ പരസ്യൊക്കെ, അതായത് സിനിമ ബോർഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണത്. അവിടെ എത്തിയിട്ടുണ്ട്. മെയിൻ റോഡാണ് കാണാൻ. വണ്ടികൾ പോകണം, നിങ്ങൾക്ക് ലൈറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കവറ് പിടിച്ചോ ഒട്ടോ ചാടട്ടെ. ഇവിടെ കണ്ടെങ്കിൽ തിയേറ്ററിൻ്റെ അടുത്തുള്ളൊരു വേസ്റ്റാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്, തെർമാക്കോളുണ്ട്, വിറക് കൊള്ളി, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ തന്നെയാണ് കേട്ടോ. മൈ ഗോഡ്, ഇതൊക്കെ പറയുമ്പോൾ മെയിൻ റോഡിൻ്റെ വക്കിനായതുകൊണ്ടാവും ഇത് ഇത്ര അധികം ഇങ്ങോട്ടേക്ക് വന്ന് കിടക്കുന്നുണ്ട്. എന്തല്ലേ ഇതൊക്കെ ആര് ക്ലീൻ ആക്കാനാ, ആരോട് പറയാനാ, നമ്മൾ തന്നെ ക്ലീൻ ആക്കേണ്ടി വരും. തിയേറ്ററിലേക്ക് പോകുന്ന പാലം തോട് മുറിച്ച് കിടന്നിട്ട് വേണം നമുക്ക് പോവാം. നമുക്ക് കാര്യമായി ഇതിൽ വെട്ടുന്ന സീനും കിട്ടിയില്ല. മീനൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. വെട്ടുന്ന സീനാണ് ഷോക്കായി കിടക്കുന്നത്. നമുക്ക് കിട്ടും. ആ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് മെയിൻ റോഡിലേക്കുള്ള ലൈറ്റാണ്, സ്ട്രീറ്റ് ലൈറ്റാണ്. നമ്മളതിന് തൊട്ടപ്പുറത്ത് തന്നെയാണുള്ളത്. ഇത് അടുത്തതായിട്ട് തിയേറ്ററിലേക്കുള്ള ഒരു പാലമാണ്. ഒരു പാലം എന്ന് പറയുന്നത് അവിടാണ്. എന്താ പറയാ, അടിപൊളിയാണ് സംഗതി. വേമ്പ ഓക്കെ, ചിലപ്പോ പോട്ടെ, കിട്ടുമോ നോക്ക്. അടിച്ചോ നോക്കാം. അതാ അവിടെയാണ്, ഇവിടെ ഒന്നല്ല. ലോങ് ആയോ കിട്ടിയോ? പോയില്ലേ. മുന്നിലുണ്ടാവും കേട്ടോ, നോക്കി പോയിക്കോ. അത് ഇതിലുണ്ടാവും. കിട്ടിയാൽ മതിടാ. ആയില്ലേ? കൊറേ ഉള്ളിലടാ. പോരട്ടോ, പോയി കയറി നേരെ കയറി പുറത്തേക്ക് കാണണ്ടോക്കെ. നേരക്ക് കയറി നേരെ കയറിയില്ലേ? അവിടെ കേട്ടോ, ഇങ്ങോട്ട് അടിച്ചെന്നോ. ഇങ്ങോട്ടോ.
അതിന്റെ കാലിലോട്ടല്ലോ. ഓ മോനെ എമ്മ സാധനം ദീർഘത്തിന്റെ കിട്ടും ആക്കുന്നു. നല്ല അടിപൊളി സാധനമാണതേ. ഇതാണ് പിള്ളേര് വലുതല്ലേ. കൊള്ളാം. കവർ കയറാ. അങ്ങനെ ഓനെ കവറിലേക്ക് എത്തി. അപ്പൊ നമുക്ക് അടിക്കണത് ലൈവായിട്ടുള്ള ഷോട്ട് കിട്ടിയില്ലേ, അടിപൊളിയായി. ഈ കാട് കാണുമ്പോഴാണ് ഇതിന്റെ ഉൾക്കൊണ്ടങ്ങ് ഇടങ്ങേറാണ് ഈ ഒരു പരിപാടി. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇത് കണ്ടങ്ങള് തെർമാക്കോള്. ഇത് മുട്ടന്റെ തോടിന്റെ ഇതാണ്, പേപ്പറാണ്. എന്നാൽ പോലും ഇവിടെ കുറച്ച് കച്ചവടക്കാർ കയറിക്കളി. ഞാൻ പകൽ കാണിക്കേണ്ട ഒരു ദിവസം ഇല്ല കോല പണിയായിരിക്കും. ഒരു സാധനം കംപ്ലീറ്റ് തോട്ടിക്കറിയുന്നത്. ഇതിനെതിരെ പഞ്ചായത്തിക്ക് ഒരു പരാതി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെ വേസ്റ്റ്, പഴങ്ങളൊക്കെ ചീഞ്ഞതൊക്കെ ഇങ്ങനെ തോട്ടിക്കറിയല്ലേ. പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് കവർ, ബോട്ടിൽ, എന്തൊക്കെയാണത്. പക്ഷെ എന്താണ് മക്കളെ. അതുപോലെ തന്നെ ഈ ബിയർ ബോട്ടിൽ പൊട്ടിയിട്ട് കിടക്കുന്നത്, ഗ്ലാസ്സുകൾ, എന്തൊക്കെ സാധനമാണ്. ഇതുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഈ ഒരു കച്ചവടക്കാരനായിരിക്കും അത്. നാളെ അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഇങ്ങോട്ട് കയറിയെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കുന്ന അദ്ദേഹത്തോട് നമ്മൾ പറയും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുക. ഇതൊരു വജ്ജ്. അതായത് മേലെ കൂടെ പോകുന്നത് റോഡാണ്. അതിന്റെ താഴത്തേക്കാണ് നമ്മൾ പാലമാണത്. ഒരു ബൈപ്പാസാണ്, ഞങ്ങളെ ബൈപ്പാസിന്റെ പാലമാണത്. ഇത് നല്ല നീളത്തിനുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുക എന്നുള്ളത് തന്നെ ടാസ്ക്കാണ്, വലിയ ടാസ്ക്കാണ്. പല നമ്മൾ നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഫോനെ കാണിച്ചു തരാം. നമുക്ക് ഡയറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫോൺ നിൽക്കാണ്ട ആരും നിൽക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പൂന്നിട്ട് വേണം പോവാം. അടുത്തതിൻ്റെ ഉള്ളിലെത്തുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടും. ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പാണ് ഈ പോണത്. എത്രങ്ങാൻ താഴ്ചകളിലൂടെ പോണല്ലേ. ഇതൊക്കെ തോരന്ന് ഇത്രയും വലിയ പൈപ്പ് അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടില്ലേ. ആദ്യം തുറച്ചത് അവിടെയാന്ന് തോന്നുന്നു. പക്ഷേ അതിലല്ല, ഇതിലേ വിട്ടത്. ഇതിന്റെ ഇവിടേക്ക് ഞാൻ പറയല്ലേ, അപ്പുറത്തേൻ്റെ അകത്തേക്ക് വന്നാൽ നമുക്ക് കുറച്ചുകൂടി വിസ്തീർണത്തിൽ നിൽക്കാം. അതിൽ ചെറുതൊന്ന് പോകുന്നുണ്ട്, അതിന്റെ പിന്നാലെ നടക്കണം. അതിനെ നോക്കിയാണ്ട് വലുത് മിക്സാക്കണ്ട കേട്ടോ. ഇതിലൊക്കെ പ്രതീക്ഷയുള്ള ഏജ് തന്നെയാണ്. വലുത് മിക്സാകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, നമുക്കൊരു തോടും കൂടി അപ്പുറത്തേക്ക് കയറാണ്ട് കേട്ടോ. മറക്കരുത് ആരും. പക്ഷേ ശാന്തരാകുകയും ഇതിന്റെ നീളം എന്ന് പറയുന്നത് അത്യാവശ്യമുണ്ട്. നമ്മൾ നീച്ചടിച്ചാൽ ഇപ്പോഴതിൻ്റെ എന്തൊക്കെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതെന്താ വെച്ചാൽ ബാറ്ററി മാറ്റിയപ്പോൾ ഇതിൻ്റെ ആ ഒരു പവർ നമുക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബാറ്ററി മാറിക്കഴിഞ്ഞാൽ സീനാണ്. നമ്മുടെ ആദ്യത്തെ തോട് നമ്മൾ വിട പറയുവാണ്. നമ്മൾ പുതിയ വജ്ജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തെ തോട്ടിലേക്ക്. ഈ കാണുന്നത് CNA ഓഡിറ്റോറിയമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടകളൊക്കെ കാണാം. അത് നമ്മുടെ ബൈപ്പാസിലുള്ള ചായക്കടയൊക്കെയാണ്. നമ്മളൊക്കെ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നത്. റിസ്ക് അല്ലേ പക്ഷേ റിസ്ക് ആണ്. ഇതൊക്കെ എന്തത് കരിമ്പല്ലത്, കരിമ്പെന്ന് പറയാം. അവിടെ ഈ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കരിമ്പ് പശുക്കൾക്ക് പോലും വേണ്ട സാധനം. ഇതിലൊക്കെ ധാരാളം മീനുകൾ ഉണ്ടാവുന്ന ഒരു തോട്ടം കേട്ടാ. അടുത്ത തോട്ടിൽ കയറിയിട്ടുണ്ട് നമ്മൾ. അടുത്ത തോട്ടിൽ അടുത്ത പാലത്തിൻ്റെ തോട്ടിൽ കൂടെ. ഇത് പാലല്ല ശരിക്കും, ഇതൊരു ഓഡിറ്റോറിയമാണ്. മേലെ ഞാൻ പറഞ്ഞത് CNA ഓഡിറ്റോറിയം. അതിൻ്റെ തോട്ടിൽ കൂടെയാണ് പോകുന്നത് ഞങ്ങൾ. അവിടെ കുറച്ച് ബാക്ക് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ താഴെ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സാറാ പോകാൻ നല്ല സുഖം. അപ്പോൾ മുമ്പ് ആരെ ചൂണ്ടയിടാനോ മീൻ പിടിക്കാൻ എന്തിനും വന്നിട്ട് ചെരുപ്പോട് വെച്ചിട്ട് മറന്നുപോയി. അല്ലാന്നാണെങ്കിൽ നമ്മളെക്കാൾ മുന്നിൽ ഇതിൽ ആരോ പോയി. ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയാനകമാണല്ലേ. നമ്മുടെ ബാക്കിലാരുണ്ടോ? ബാക്കിലാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ കഴിയാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നത് ഈ തോട്ടിൽ. ഇത് വേറെ തോട്. ഇത് നമ്മൾ ടൗണിൽ നിന്ന് വെള്ളം വരുന്ന തോടാണ്. ടൗണിലത്തെ വെള്ളമൊക്കെ ഒഴിവാകുന്നത്. അപ്പോൾ ഇത് രണ്ടും പാടെ ഇവിടെ നിന്ന് തന്നെ ജോയിൻ്റ് ആവും. ഇവിടെ നമ്മളെ നാട്ടിലേക്കാണ് ഈ ഒരു വെള്ളം പോകുന്നത്. നമ്മൾ ഈ ഒരു തോട് വേറെ തോട്ടിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കണം കേട്ടോ. നേരെ ഓപ്പോസിറ്റ്. നമ്മളെ വീണ്ടും മെയിൻ റോഡിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ദാണ്ട ആ ഒരു പാലത്തിന്റെ ചോട്ടിലൂടെ കേട്ടാ. ഇതിന്റെ ചോട്ട് കൂടെ. ഓ മൈ ഗോഡ്, ഇത്രയുള്ളൂ. അത് പോയി കലക്കെത്തുമ്പോ നമുക്ക് എത്തണം. അവിടെ അടുത്ത വലിയ രാമൻ. ഇതിലൊന്നും പൊക്കാൻ പറ്റുമോ? ഒന്ന് കാണാനാ. കടിച്ചോ മാന്തോ എന്തെങ്കിലും കാട്ടോ? അമ്മ കാണാല്ലേ. വിട്ടുവിട് കൊട്ടയുണ്ട്. എത്രണ്ണം കണ്ടല്ലേ? ഒരു 6 എണ്ണം കണ്ടൊക്കെ പോ മൊത്തത്തില്. കിടച്ചിടിച്ചാ മോനെ.
ഇച്ച് പോച്ച് അല്ലല്ലോ മിസ്സായില്ലേ കൊണ്ടിട്ടില്ല തോണ്ടായി കൊണ്ടിട്ടില്ല കലക്കടിയൊക്കെ നമ്മളെ ഈ ഒരു തോട്ടിന് പോകുമ്പോൾ വേറെ പ്രശ്നമുണ്ട് നമ്മൾ താഴത്തേക്കാണ് പോണത് അപ്പൊ കലക്കടിയൊക്കെ എത്തുമ്പോഴത്തേന് നമ്മൾ തന്നെ സ്പീഡിൽ നടക്കേണ്ടതുണ്ട് ഓണാക്കിയിട്ട് ഏത് നിമിഷം വിട്ടറിയാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ അടിക്കോ ആ ഷോട്ട് കിട്ടൽ നിർബന്ധം അവിടെ ഇവിടെ ഇപ്പൊ കുറെ വെട്ടി പിടിച്ച് ഞങ്ങള് കുറെ എണ്ണം നമ്മുടെ കവറിൽ ടൈറ്റ് ആക്കിയാണ് സാധനം അതൊക്കെ സാധനമാണ് അങ്ങനെയെങ്കിൽ തോടിനോട് വിടാം നമ്മൾ കരയത്ത് കയറിയിട്ടുണ്ട് കേട്ടാ ഇതുവരെ രമേശ് എന്ന് നടന് അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് നമ്മുടെ മീൻ എത്രണ്ണം കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ ഒരൊറ്റ ആൾ പിടിച്ചതാട്ടോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഒക്കെ ചെറുതാണ് പിന്നെ ഒരു കോയാട്ടി 14 അല്ല പറഞ്ഞേ അതിൽ 14 മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതൊരു നിസ്സാര പിടുത്തമായിരുന്നില്ല നമ്മളിപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം പിടിച്ചു 2 മണിക്കൂറോളം പിടിച്ചിട്ട് നമുക്ക് കിട്ടിയ മീനാണ് നവീന പറഞ്ഞ പോലെ സമയം ഒരുപാടായി ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത വേണ്ടി നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് സംഭവം നമുക്ക് വലുത് 2 ഇതാണ് നമ്മളെ ഏറ്റവും ടോപ്പ് സാധനം പിന്നെ ഇത് ബാക്കിയൊക്കെ ഒരു ഇടത്തരം വലിപ്പമുള്ളൂ